ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളേ ഉള്ളൂ അല്ലേ? ഇപ്പൊ വിശേഷങ്ങളോട് വിശേഷമാണ്. ഇന്നത്തെ വീഡിയോ നെജിലാനെ കുറിച്ച് പറയാനുള്ള പറയണമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും പറയാൻ തോന്നും, പറയിപ്പിക്കും. പറയണല്ലോ. ഏ എന്താപ്പത്? നാടകത്തിന് കളിക്കണതിന് ഒരു അതിരുണ്ടല്ലോ അല്ലെ? ആ, നെജിലാനെ കുറിച്ച് അറിയാത്ത ആൾക്കാർക്കായി പുതിയതായിട്ടൊക്കെ വന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ പറയണം. നജില താത്ത എന്ന് പറഞ്ഞത് ഒരു യൂട്യൂബറാണ്, ഇൻഫ്ലുവൻസറാണ്, ഫാമിലി യൂട്യൂബറാണ്. ഫാമിലി കണ്ടന്റ് ആണ് അവർ ചെയ്യുന്നത്. അപ്പം ഫാമിലി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ വെറും വെറുപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ദാരിദ്ര്യത്തിന്റെ കൊടും മുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്. ആ സമയത്തൊക്കെ ഏതൊരു മനുഷ്യനും മൂക്ക് പിടിച്ച ചാവുന്ന കോളത്തിലാണ് വന്നിരുന്നത്. ഏതൊരു മനുഷ്യനും പാവം തോന്നും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വന്നിരുന്നത്. അപ്പൊ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സാജി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണീരും കരച്ചിലും ഒക്കെ ആയിട്ട് ജനങ്ങൾ മുഴുവൻ ഇതിനെ കാണുമ്പോൾ അത്രയും ഒരു ഇതായിട്ട് ഇതിന്റെ സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്ത് അങ്ങനെ അത് കയറി ഒരു വിധക്കാണ്ട് കയറി. പിന്നെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരു ഘട്ടങ്ങൾ കാണിക്കലും, കുറച്ച് മക്കളെ എത്തിയമായ മക്കളെ വാപ്പാരുണ്ട്, എത്തിയമാണെന്ന് പറയുന്നുണ്ട്, എല്ലാന്ന് പറയുന്നുണ്ട്. ഈ കുഞ്ഞു മക്കളെ മുന്നിൽ നിർത്തി ഇവരൊക്കെ നിർത്തി ഇങ്ങനെ കാണിച്ച് ജനങ്ങളെ മുന്നിൽ കാണിച്ച് വീടില്ല കൊടില്ല ഞങ്ങൾക്ക് ആരുമില്ല ഇവരില്ല. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം അന്നൊക്കെ നമ്മൾ വിശ്വസിച്ച് നമ്മളെ വിഡ്ഢികളാക്കി പോയിട്ട് കാറും ബംഗ്ലാവും പിന്നെ ബൈക്കും പിന്നെ നാലാമത്തെ ഭർത്താവും കുടിയനായ ഭർത്താവിനും വാരിക്കോരിയിട്ട് ഈ പാവങ്ങളായ ജനങ്ങൾ വിശ്വസിച്ച് അയച്ച പൈസ കൊടുത്ത് ദൂർത്തടിച്ചിട്ട് ഒരു പിന്നെ പള്ളയിലൊരു കുട്ടിനെ ആക്കിയിട്ട് വന്നിട്ട് വീണ്ടും അത് കാണിച്ചിട്ട് ജനങ്ങളടുത്ത് നിന്ന് പൈസ വാങ്ങാനുള്ള തന്ത്രപ്പാടുകളത് സമ്മതിക്കണം. അത് ഇവൾക്ക് തന്നെ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റൂല ട്ടാ. ഇത് ഓൺലൈനിലും തട്ടിപ്പ്, എന്നാ ഓൺലൈനിൽ പിച്ചേർക്കല് എന്നൊക്കെ പറയാം ഇതിന്. കാരണം മറ്റുള്ളവർ വിശ്വാസം മുതലെടുത്തിട്ട് അവരോട് യാചിച്ചു വാങ്ങുമ്പോൾ അത് എന്തിന് ഏതിന് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ചോരത്തിളപ്പുള്ള പെണ്ണല്ലേ, ചോരനീരുള്ള പെണ്ണല്ലേ, വയസ്സല്ലേ കുറച്ച് കൊണ്ടുവന്നത്. പിന്നെ ആരെ ഇപ്പൊ ഇതുവരെയുള്ള ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ല. കാരണം ഞാൻ തെറ്റ് ചെയ്താണെന്ന് നമുക്കൊന്ന് വീഡിയോ കേട്ട് നോക്കാം. ആ കേൾക്കുമ്പോൾ തന്നെ കാലുമെന്നുണ്ട് കേറുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിച്ചിട്ടാണ് ഞാനിപ്പോ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇതൊന്നല്ല പറയാൻ ഉദ്ദേശിച്ചത്. ചെറിയൊരു വയറുവേദന മക്കളെ, 2 ദിവസം കൊണ്ട് ചെറിയ രീതിയിലൊരു വയറുവേദന. എന്താണാവോ, നീ യൂറിൻ ഇൻഫെക്ഷൻ ആണോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ. ആരെയും ഹെൽപ്പില്ല, ഒന്നുമില്ല. ഒരു ഭർത്താവിൻ്റെ ഒരു കെയറോ സന്തോഷമോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ഭർത്താവിൻ്റെ കെയറും ഇതുമൊക്കെയാണ്. കാരണം നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഡിപ്രഷൻ, ഒരു മാനസികാവസ്ഥ അത് വേറെ ലെവലാണ്. ഞാനുണ്ടടി ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലാതാവുന്ന ഒരു സമയമുണ്ട്. ഇവളിങ്ങനെ പറയുന്നതല്ലാതെ നമുക്ക് ഒരു തെളിവില്ല. ഇവള് പറയുന്നത് നമ്മൾ വിശ്വസിക്കുക അല്ലെ? അതിനൊരു പറ്റാൻ ജനങ്ങൾ അവിടെ നിൽക്കുകയാണ്. മക്കളെ നിങ്ങൾ കൊടുക്കുന്നത് എവിടേക്കാണെന്നുള്ള ചോദ്യങ്ങൾ നാളെ വരും. എന്തിൽക്കാ കൊടുക്കുന്നതെന്ന്. എത്രയോ അനാഥരായിട്ടുള്ള എത്തിയ മക്കളായിട്ടുള്ള ആമാതിരി ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ട് മരണപ്പെട്ടു പോയിട്ട് വിധവകളായിട്ടുള്ള കഷ്ടപ്പെടുന്ന ക്യാൻസർ രോഗികള്, അതുപോലുള്ള ഒരുപാട് ആൾക്കാർ അർഹതപ്പെട്ടവർ ഒരുപാടുണ്ട്. അതിരിക്കെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ സഹായിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാ. ഇപ്പൊ ഈ വർത്താനം കേട്ടപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, അന്ന് അതേ വർത്താനം പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു ഇതിന് കാറും ഇതൊക്കെ ഉണ്ട് എന്നുള്ളത്. വീട് തന്നെ നമ്മളെ കാണിച്ചിട്ടില്ലായിരുന്നു. വീട് ഇരിക്കലിന്റെ മുൻപാണ് എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാനത് പറ്റേ അങ്ങോട്ട് നമുക്കറിയില്ലല്ലോ, നമ്മൾ തട്ടിപ്പിന്റെ ആൾക്കാരല്ല, നമുക്ക് അങ്ങനത്തെ ഒരു വഞ്ചന ചതിയോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ 36 കൊല്ലമായിട്ട് വാടക വീട്ടിൽ തന്നെ നിൽക്കണ്. നമ്മൾ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കും. നമുക്ക് വേണ്ട, അങ്ങനത്തെ വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മാറി നിൽക്കണേ. ആവുമ്പോ ആവട്ടെ എന്ന്, ആ നല്ല രീതിയിലാവണം. മനസ്സമാധാനം കിട്ടുമല്ലോ ഒരാളെ പറ്റിച്ചിട്ടില്ല എന്നുള്ളത്. ഇത് എന്താണ്? മക്കളെ പോറ്റുന്നതും വീട് വെക്കുന്നതും കാറ് വാങ്ങുന്നതും ഒക്കെ തട്ടിപ്പിലൂടെ. തട്ടിപ്പ് എന്നുള്ളത് എന്താ പറയാ, ഗൾഫ് പോയിട്ട് ഒരു എന്താ പറയാ, ഒരു ആയുഷ്കാലം മുഴുവൻ ഒരു മനുഷ്യൻ നിന്നാൽ പോലും ഇത്ര പെട്ടെന്ന് വീടും ആവില്ല കാറും ആവില്ല. നേരെ പോകുന്നുള്ള ആൾക്കാരെന്താ പറഞ്ഞത്, സാധാരണക്കാരായ ആൾക്കാരെന്താ പറഞ്ഞത്, അവിടെയുള്ള കൂലിപ്പണി എടുത്തിട്ട് ആവൂല. അത് എത്ര പെട്ടെന്ന് തപ്പേന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ വീടൊക്കെ ആയി അത് ഹൗസ് വാമിംഗ് ഒക്കെ കഴിയുമ്പോൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഓരോരുത്തരായിട്ട് കാണിക്കൽ കൊടുത്തി. ഉമ്മ ബാപ്പ ആങ്ങളാര് മറ്റവര് മറിച്ചവര് 1000 കൊണ്ടല്ലോ മീൻ കൊണ്ടല്ലോ വലിയ മീനും തക്കലും തിന്നണ്ട തൂറണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. പക്ഷെ അതിനൊക്കെ അതിൻ്റെതായ ഒരു മര്യാദ വേണ്ടേ? നമ്മളെ പണം കൊണ്ട് നമ്മൾ അധ്വാനിച്ച് നമ്മൾ തിന്നുമ്പോൾ നമ്മളെ കൈ ആരും പിടിക്കൂല, നമ്മളോട് ആരും ചോദിക്കൂല. മാത്രമല്ല ഈ സംഭവങ്ങളൊക്കെ വന്നിട്ട് ഇതിലിങ്ങനെ വിളമ്പേണ്ട ആവശ്യം എന്താ? ഇതെല്ലാം ഇവൾക്ക് കണ്ടന്റ് ഉള്ളൂ. കണ്ടന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ട് കണ്ടന്റ് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല.
ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറെ സ്പോൺസറിങ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ ഇത്ര കിട്ടിയാൽ എനിക്ക് ഇത്ര എന്നുള്ളതാണ് സ്പോൺസർ. അത് വേറെ നടക്കുന്നുണ്ട്, അത് കിട്ടിയോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പൊ ഉള്ള നാടകമാണ് ഇപ്പൊ ഇത്. അപ്പം പൊന്നാര മക്കളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഇതിനെ സഹായിച്ചു കൊടുക്കണം, സഹായിക്കാതിരിക്കരുത്. കാരണം മുമ്പ് സഹായിച്ചവർ എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ സഹായിക്കണം. കാരണം അവരുടെ കയ്യിലൊക്കെ എപ്പോഴും നല്ല രീതിയിലുള്ള പണം ഉണ്ടാവും. അവനവന്റെ കുട്ടികളെ നോക്കാത്തതും ഭാര്യക്ക് അയച്ചു കൊടുക്കാൻ പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള പൈസകൾ മാറ്റി വെച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം കേട്ടാ. അങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ടുവരണം. നാളെ നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും ഇതൊക്കെ ഒരു ഭാരമാവാതിരിക്കട്ടെ. അപ്പൊ ഇനി ബാക്കി നോക്കട്ടെ. പിന്നെ എന്താണ്, നിസ്സഹായമായ ഒരു അവസ്ഥയാണ്. പിന്നെ ഞാൻ ചോറ് കൂടുതലും ഇപ്പം എനിക്ക് 2 ദിവസം കൊണ്ടേ വയറുവേദനയുണ്ട്, കുനിഞ്ഞു നിന്ന് ഒന്നും ചെയ്യാൻ വയ്യ. എന്നാലും തുണി ഒക്കെ ഞാൻ അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും നോക്കും. അതുകൊണ്ട് ഞാനിപ്പം കഴിവതും കടയിൽ നിന്നാണ് ചോറൊക്കെ മേടിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വിന്നിഷ്ടം വലിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ എനിക്കിനി അനീമിയ ഉള്ളത് കൊണ്ടാണ്. ഇതിനൊക്കെ ഒരു പണിക്ക് ഒരാളെ വെക്കണം, അതിനൊക്കെ ക്യാഷ് കൊടുക്കണം. വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലേ. അപ്പൊ അടുത്തുനിന്ന് ആരും സഹായിക്കാൻ വരില്ല, പെറ്റുമ്മ സഹായിക്കാൻ വരില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇതിപ്പോ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അയച്ചു കൊടുത്തിട്ട് വേണം. അതിനൊരു ജോലിക്കാരനും കൂടെ നിർത്തി കഴിഞ്ഞാൽ ഏകദേശം സെറ്റാവും. പിന്നെ ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങാനുള്ള ധൈര്യം ഉണ്ടായല്ലോ. എടോ, ഇതൊക്കെ ഞമ്മളും കഴിഞ്ഞ് വന്നതാണേ. നമ്മളാരും ഇത് ഓൺലൈനിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെയാണ് അങ്ങനെ, എനിക്ക് നിനക്ക് ഒന്നല്ലേ ഉള്ളൂ. നമ്മൾക്ക് 2 എണ്ണം ഒരേ വയറ്റില് 15 വയസ്സിന് വിട്ടിട്ടുണ്ട് ഓൺലൈനിൽ. എന്നിട്ടൊന്നും നമ്മളാരോടും പറഞ്ഞു നമുക്ക് അറിയാനില്ല ഇത് എന്താ കഥ ഏതാ കഥ. ഇതൊക്കെ ഇങ്ങനെ തന്നെ നീക്കും വിചാരിച്ച് നമ്മൾ നീങ്ങിപ്പോയിട്ടുണ്ട്. ഇതിപ്പോ പ്രായപൂർത്തിയും ഏജും ഒക്കെ ആയ ആൾക്കാർ എത്ര 3ാമത്തെ 4ാമത്തെ പുതുക്കൊന്നല്ലോ. ഇതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടുകള്. ഇനിയിപ്പോ മൂത്രം ഒഴിക്കണതിന് ഇൻഫെക്ഷൻ വന്നത് ഇവിടെ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ അതുപോലുള്ള എല്ലാം 9 മാസം ഇനി സഹിക്കണ്ടേ. 9 മാസത്തിൽ എത്ര വീഡിയോ ചെയ്യും ഈ ഗർഭം വെച്ചിട്ട്. അപ്പോ ഇതിപ്പോ സീരിയൽ ആണെങ്കിൽ നമുക്ക് നീട്ടി 2 വർഷമെങ്കിലും കൊണ്ടുപോകാമായിരുന്നു. ഇതിപ്പോ നീളൂല. പക്ഷെ മാക്സിമം ദിവസേന വീഡിയോ ഇടുമ്പോ നമുക്ക് എന്താവും, ഈ 10 മാസത്തിനുള്ളിൽ അത്യാവശ്യം വീഡിയോ ആവും. ഒരു ദിവസം 2 എണ്ണം ഇട്ടാൽ മതി. അപ്പൊ എന്താവും, ആ ഗർഭം വെച്ചിട്ട് നമുക്ക് ഒരു സംഖ്യ ഉണ്ടാക്കാം. അതിന്റെ ഇടയിൽ ഇവൻ വരുന്നുണ്ടോ പോണുണ്ടോ അവനായിട്ട് എങ്ങനെ, അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവള് അതിന്റെ ഇടയിൽ ഒരു സീനൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വന്തം ഗർഭത്തിലുള്ള കുഞ്ഞി ആ കുട്ടിന്റെ പിതാവിനോട് തന്നെ പറയുന്നത് നിന്റെതല്ലാന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ. കുറച്ച് തലക്ക് വെളിവുള്ള ഒരു പെണ്ണ് സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി എന്റെതല്ലാന്ന്. ഒന്നാമത് നിക്കാഹിനും പേപ്പേഴ്സും മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. പിന്നെ മേലേക്ക് കുതിര കയറിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഒരു ലേശം ഉളുപ്പുള്ള സ്ത്രീ ചെയ്യുന്ന കാര്യമല്ല നജ്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു സംഭവമായിട്ട് വെക്കണേ. എല്ലാവരും എടുത്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അവൾക്ക് തോന്നുന്നത് ഞാൻ ആരോ എന്തോ എവിടോ എത്തിക്കും, ഞാൻ പുകയിലാണ്, ഞാൻ മേലെ കയറിയിരിക്കുന്നത്, എയറിൽ കയറിയിട്ട് അവിടെ പറന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ തോന്നൽ വരുന്നുണ്ടായിരിക്കാം. കാരണം ആർക്കും സമൂഹത്തിൽ പറ്റാത്ത ഞാൻ ചെയ്തല്ലോ 3-4 ഭർത്താക്കന്മാരെ, പിന്നെ ഇതേപോലെ തന്നെ ഓരോരോ കുട്ടികളും. എന്നിട്ട് ഞാൻ അതിന്റെ ഓരോ രംഗങ്ങൾ ഈ രംഗങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ എന്ത് മോട്ടിവേഷൻ ആണുള്ളത്? ആൾക്കാർക്ക് എന്താണ് അതിന് പകർത്താൻ പറ്റുന്നത്? സമൂഹത്തിന് എന്താണ് അതിൽ കൊടുക്കാനുള്ളത്? പകരം എന്താ ചെയ്യുന്നത്? ഇത് പറഞ്ഞ് ഇങ്ങനെ വരുമ്പോ ആരുമില്ല. നമ്മൾ ആകെതായ നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾക്ക് എന്താ അറിയണേ? ഞങ്ങൾക്കൊന്നും അറിയില്ല, ഒരു കുന്തം അറിയില്ല. എല്ലാം നിനക്കേ അറിയുള്ളൂ, നീയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളോട് വെച്ചിട്ട് നമ്മൾ എന്തെങ്ങനെ പറയാം? കാരണം എന്താ വെച്ചാല് ഈ കുടിയനായ ഭർത്താവിനെ 1 വർഷം വരെ പ്രണയിച്ച ആളാണ്. എന്നിട്ട് മാതാപിതാക്കളും മറ്റുള്ളവരും പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് തന്നിഷ്ടത്തിന് പോയി അവരെ കൂടെ ജീവിച്ചിട്ട് ചാനൽ നെയിം മാറ്റി വെല്ലുവിളിച്ച ആൾക്കാരെ പിന്നെ ആ രീതിക്ക് അനുസരിച്ച് വീഡിയോ ഒക്കെ ഇതാക്കി നടത്താം. അപ്പൊ ഇതിന്റെ ഇവിടെ നാടകം വേറെ തന്നെ ഉണ്ട്. ഇതൊക്കെ ശരിയാവും. ഈ പ്രസവം വരെ ചിലപ്പം ഞാൻ പറയാം കേട്ടോ. കാരണം എനിക്ക് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അത്രയും വലിയൊരു ചതി പോലെയാണ് അവിടെ ചെയ്തത്. അത് കഴിഞ്ഞ് ഇപ്പൊ 2ാമത്തെ 3ാമത്തെ ഒക്കെ നാടകം. ഇപ്പൊ ഇതിൽ പറയുന്നത് ആരും എനിക്കില്ല, എവരും വരുന്നില്ല, ആരിട്ടില്ല, ഞാൻ ഒന്നുമില്ല, ഞാൻ ചെയ്ത തെറ്റാണെന്നും പറഞ്ഞു നടക്കുന്നു. ഇപ്പൊ ആരും കാണിക്കില്ല. ഇങ്ങനെ കാണിച്ചാൽ നിസ്സഹായ അവസ്ഥയിൽ ബുദ്ധിമുട്ടിയിട്ട് എല്ലാം സഹിച്ച് ചെയ്യുന്ന അതൊരു ഫേസിൽ കാണണ്ടേ? അത് ഫേസിൽ കാണില്ല. നമുക്ക് ആരും ഇല്ല എന്ന് പറയുമ്പോഴും ഫേസ് പറയുന്നില്ല അങ്ങനൊന്നും. അതാണ്. പിന്നെ പലനാൾ കട്ടാൽ ഒരു നാൾ പിടിയിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാലം മറ്റുള്ളവരെ പറ്റിച്ചതിന് ഇനി മറ്റുള്ളവർക്ക് ഒരുപാട് ആൾക്കാർക്ക് ആ വിശ്വാസം വന്നിട്ടുണ്ടാവും, അത് ഉറപ്പാണ്.
എന്താ ഇതും പറ്റിക്കൽ തന്നെയാണെന്ന്. അതല്ലാത്തവർ കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെ പൈസ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ പൈസക്ക് ഉത്തരവാദിത്തമില്ല, അല്ലെങ്കിൽ നിങ്ങളെ പൈസക്ക് വേദന ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാരി കോരി കൊടുക്കാം. ഇതുപോലുള്ള ഇനിയും ആൾക്കാർ വരും കാത്തിരുന്നത്. ഇനിയിപ്പോ ഇത് ഈ ഒരു പ്രസവം കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാവും. അടുത്തത് ആരെങ്കിലും ഉണ്ടാവും. പ്രസവം കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ആലോചിക്കാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റെടുക്കാൻ ഇപ്പൊ ബന്ധനം ഉണ്ടല്ലോ. അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു, വരുന്നില്ല എന്ന് പറയുന്ന ഒക്കെ ഉണ്ട്. ഇതിലിപ്പോ എന്തും നമ്മൾ വിശ്വസിക്കാൻ പറ്റും? നമ്മൾ കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കാണുന്നു, അത്രേ ഉള്ളൂ. അപ്പോ കാരണം എന്താണെന്നറിയോ, അന്ന് വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഉമ്മയും ബാപ്പയും മറ്റുള്ളവരൊക്കെ ഇരിക്കെ നമ്മളോട് പറഞ്ഞെന്താണ്, ആരുമില്ല, ഇവരില്ല, ആരും സഹായിക്കാറില്ല, ഭർത്താവ് മക്കളെ നോക്കാറില്ല, അവർ അങ്ങോട്ടാണ്, ഇവർ ഇങ്ങോട്ടേക്കാണ്, മറ്റേത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിരുന്നാ. അവസാനം എല്ലാരും പിന്നാണ്ട് വന്നു. അപ്പൊ എല്ലാരും ഉണ്ട്, ആരും ഇല്ല. പിന്നെ സഹായത്തിന് നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമെങ്കിൽ സഹായിച്ചു കൊടുക്കും. നമുക്ക് എത്ര പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ, പൈസ അല്ലേ. അതിപ്പോ കിട്ടിക്കണ്ടാല് ആ എന്താ പറയാ, ഒരു പഴഞ്ചൊല്ലുണ്ട്, എരന്ന് തിന്നാലേ അത് ഇരുന്ന് തിന്നാൻ തോന്നില്ല, ഇനി ഇറക്കാനേ തോന്നുള്ളൂ. അതെച്ചാ അച്ചടക്കത്തിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ശീലമില്ല, അത് എരന്ന് മേടിച്ച് തിന്നിട്ടാണ് ശീലമുള്ളത്. അപ്പൊ ആ എരക്കിന്റെ കൈ എപ്പോഴും എരന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. നമ്മൾ കൊടുക്കാനാണ് നമ്മൾ അള്ളഹാനോട് തേടേണ്ടത്. എന്നാലെ ഒരു വ്യക്തിനെ സഹായിക്കാൻ എനിക്ക് സമ്പാദ്യം ഉണ്ടെങ്കിൽ അബ്ബേ ഞാൻ അങ്ങനെ കൊടുക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പറയണം. അപ്പൊ പറയും, ഞാൻ എന്താണ് പല ആൾക്കാർക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ സഹായിച്ചിട്ടില്ലേന്ന്. അത് ഇത്ര തുക എത്രയെന്ന് പറഞ്ഞിട്ടാണ് സഹായിക്കുന്നത്, അല്ലാതൊന്നല്ലല്ലോ. അത് സഹായം നമ്മൾ പറയില്ലല്ലോ. നമുക്ക് ഇടിച്ചിട്ട് വരുമാനം കിട്ടിയെന്ന് സഹായിക്കുമ്പോഴാണ് സഹായമായിട്ട് വരുന്നത്. എന്തായാലും വേണ്ടില്ല, എനിക്കിത് ഇങ്ങനെ കേട്ടപ്പോ എന്തോ ഒരു പന്തി കേട്, എന്തെങ്കിലും ഒന്നും മനുഷ്യന് ഭ്രാന്താവുന്നേ. എന്തപ്പത് കഥ? ഇനി പ്രസവം വരെ പൈസ പിഴിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാരോടും ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ആ വാങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ പ്രസവത്തിനുള്ള പൈസ ഉണ്ടാക്കും, കുട്ടിക്കുള്ള പൊന്നും മുന്നും എല്ലാം ഉണ്ടാക്കും. എല്ലെങ്കിലും നാണല്ലോ ഇതൊക്കെ. നാണം വേണല്ലോ. ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, 20 വയസ്സ് 15 വയസ്സ് 18 വയസ്സായ കുട്ടിയൊന്നല്ലല്ലോ. ആ കുട്ടികൾക്കും ബുദ്ധി വെച്ചിരുന്നു. ഒരാണിനെ കണ്ടാൽ എങ്ങനെയെന്നും ആ ആണ് ഇത് ഒരു വർഷം നിന്ന് കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം എന്താണെന്നും അതിന്റെ ബാക്കിൽ ഒരു ഭാര്യ അനുഭവിക്കുന്നുണ്ടെന്നും എല്ലാം അറിയാൻ നമ്മൾ പോയി ചാടിയിട്ട് ഇന്നെ രക്ഷപ്പെടുത്തുക ആരുമില്ല എന്ന് പറയുമ്പോൾ അതൊരു ഇതല്ലേ. പിന്നെ പുതിയ സംഭവങ്ങൾ വരണമെങ്കിൽ, പുതിയ ട്വിസ്റ്റുകൾ വരണമെങ്കിൽ, പുതിയ കണ്ടന്റ് വരണമെങ്കിൽ ഇതേപോലെയുള്ള കളിക്കണം. പക്ഷെ എനിക്ക് തന്നെ അതിന് പറ്റുള്ളൂ. വേറെ സാധ്യതക്ക് പോലും ഈ കളി കളിക്കാൻ പറ്റില്ല. കാരണം അവൾക്ക് പേടി ഉണ്ടാവും കുറച്ചെങ്കിലും. ഇത് പേടി അത്രയില്ല, ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്. രക്ഷിതാക്കൾ പോലും പറഞ്ഞിട്ട് താൻ ഒറ്റയ്ക്കാണെന്നുള്ളത് അറിയാം, എത്ര അനുഭവിച്ചാണെന്ന് അറിയാം. ഇത്രയും ഭർത്താക്കന്മാരിൽ നമ്മൾ പാഠം പഠിച്ചിക്കണമെന്നും അറിയാം. അപ്പൊ പാഠം പഠിച്ചില്ലേ, അപ്പൊ പിന്നെ ഇതന്നെ ആവും സംഭവം അല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ ഇത് മാതാപിതാക്കളോട് പറഞ്ഞ ഒരു വട്ടങ്ങൾ നമ്മൾ ചിന്തിക്കൂലേ. അപ്പൊ അതല്ല, അത് കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രം കല്യാണം കഴിച്ചതാണ്. അത് കണ്ടന്റ് കിട്ടി, കണ്ടന്റ് ഇനി 9 മാസം കഴിഞ്ഞ കണ്ടന്റ് പുറത്തു. അപ്പം വേറെ ഇനിയിപ്പോ ആ കണ്ടന്റും വെച്ചിട്ട് ഭയങ്കര ടിസ്റ്റ് ഉണ്ടാവും. അത് ഇങ്ങനെ മെഗാ സ്റ്റോറി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നല്ല കഥ, സംഭവം. 2 വാക്കെങ്കിൽ പറയാന്ന് വിചാരിച്ചാൽ നമ്മളാ. അയ്യോ, സമ്മതിക്കണം.